ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം അത് ഈ കണ്ണാപ്പികൾക്കും 2K അല്ലെങ്കിൽ ജെൻസി അല്ലെങ്കിൽ 90s അല്ലെങ്കിൽ ഇവിടുത്തെ ഗുണ്ടാത്തലവന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഓൺലൈൻ വെടികൾക്കും പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഒരു കുടുംബ സ്വത്തായിട്ട് മാറി അല്ലെങ്കിൽ ഒരു അമ്മ വീട് പോലെയായി ഈ സോഷ്യൽ മീഡിയ. തമിഴ്നാട്ടിൽ ട്രെയിനിൽ വെച്ചിട്ട് ഈ മാസ് കാണിക്കുന്നതിനിടെ, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടിവാളും കത്തിയും ഒക്കെ വീശിയിട്ട് പിന്നെ ഒരു പാവം പയ്യനെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. ചെന്നൈയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റാലിൻ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ കൾപ്പിട്ടായിട്ടുള്ള ആൾക്കാരെല്ലാം പിന്നെ ചെറിയ പ്രായമുള്ള ആൾക്കാരാണ്, ചെറിയ പയ്യന്മാരാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു സംഭവം പിന്നെ ചെന്നൈ ഗിണ്ടിയിലാണോ താമ്പരത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ നടന്നിട്ടുണ്ടായിരുന്നു ഈ ആൾക്കൂട്ട മർദ്ദനം. ഈ പയ്യന്മാർ കൂടെ ചേർന്നുകൊണ്ട് ചവിട്ടിക്കൊല്ലുന്ന ഒരു കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ, കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ഹൈസ്കൂൾ സ്റ്റുഡൻസ് പോലും ഈ നെഞ്ചക്ക് ഉപയോഗിച്ച് പിന്നെ ഇടിച്ച് കൊലപ്പെടുത്തിയ സംഭവം. അങ്ങനെ എന്തൊക്കെയുണ്ട് നമ്മളെ കേരളത്തിൽ നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് പിന്നെ ഈ വടിവാളും അല്ലെ ബോംബും ഇതൊക്കെ കയ്യിലേന്തി നടക്കുന്ന ഒരു രംഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഗുണ്ടാ തലന്മാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ജീപ്പിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഒരു ഗ്യാതറിങ്, ഒരു ഒത്തുകൂടൽ നടത്തുന്നതോ ഇതൊക്കെ വീഡിയോ ആക്കി സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറെ ലൈക്കും പിന്നെ കുറെ ഫാൻസിനെയും കിട്ടും, പിന്നെ കുറെ കമന്റ്സും. ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. ഈ ഒരു തോന്നിവാസം കാണിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. പ്രായഭേദമന്യേ പിന്നെ എല്ലാവരും ഈ ഒരു പരിപാടിയിൽ ഏർപ്പെടുന്നുണ്ട്. ഈ തോട്ട ഉണ്ടാക്കി പൊട്ടിക്കുന്നതും അല്ലെങ്കിൽ ഈ വടിവാള് തോളത്ത് വെച്ച് പിന്നെ കുറച്ച് പയ്യന്മാരുടെ കൂടെ ഒരു ജീപ്പിൽ അല്ലെങ്കിൽ ഒരു കാറിൽ നഗരം മുഴുവൻ കറങ്ങി കഴിഞ്ഞാൽ അവൻ എന്തോ വലിയ ഗാങ്സ്റ്ററാണ് എന്നുള്ളൊരു മട്ടിലാണ് ആൾക്കാർ. നമ്മുടെ സമൂഹം ഒരു കാരണമാണ്. കാരണം ഇന്നിപ്പം റിലീസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഈ ഗാങ്സ്റ്റർ പടങ്ങളും അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ പടങ്ങളും ഇതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇവന്മാർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും പണ്ട് കാണിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയ് അല്ലെങ്കിൽ സൂര്യയുടെ പടങ്ങളൊക്കെ കണ്ട് അതിൽ ഭ്രമം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഈ കൈക്ക് ഈ മണിമണി പോലത്തെ വളയും കഴുത്തിൽ ഈ മാലയും ഒക്കെ ഇട്ടിട്ട് ഈ കുറിയൊക്കെ തൊട്ടിട്ട് ഭയങ്കര മാസ് കാണിക്കുമായിരുന്നു പണ്ട്. അതൊക്കെ അന്ത കാലം എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇത്രയും വയലൻസ് ഇല്ല. ബട്ട് ഇന്നെന്ന് പറഞ്ഞാൽ ഈ പയ്യന്മാരൊക്കെ വിചാരിക്കുന്ന എന്താ, അവന്മാർക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ ആയിത്തീരണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ പോലും അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തോട്ട ഉണ്ടാക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു, ഇങ്ങനെ ഒരു ഒത്തുകൂടലിന്റെ കാരണം എന്തായിരുന്നു, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രമുഖ മാധ്യമ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ പോലും ഇവർക്ക് ഇന്റർവ്യൂ കൊടുക്കും. സൗദി അറേബ്യ അല്ലെ ബാംഗ്ലൂരോ മറ്റെവിടെയെങ്കിലും ഈ പറഞ്ഞ വേശ്യാവൃത്തി നടത്തുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഒരു 500K അല്ലെങ്കിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഓൺലൈൻ വെടിക്ക് പോലും ഇന്ന് ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, വേണ്ട വളം വെച്ച് കൊടുക്കുന്നു. അവരെ പോലെ ഇന്റർവ്യൂ നടത്തി അവരെ പോലും ഇന്റർവ്യൂ നടത്തി കാശുണ്ടാക്കും. ഇതൊക്കെയാണ് മാധ്യമധർമ്മം. കഷ്ടം. അപ്പോൾ ഈ നമ്മുടെ ഈ കലിയുഗം, ഈ സമൂഹം, ഇപ്പം നമ്മളെ സൊസൈറ്റി ആകെപ്പാടെ മാറിപ്പോയി. നമ്മളെ സൊസൈറ്റി ആകെപ്പാടെ മാറിപ്പോയി. ഈവൻ ആൺ പെൺ ഭേദമില്ലാതെ എല്ലാവരും കണക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ പല ഈ വ്ളോഗുകൾ ഞാൻ കണ്ടു, പല ക്രിറ്റിസിസം കണ്ടന്റ് ക്രിയേറ്റർമാർ റോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടു. നമ്മളെ മലയാളികളായിട്ടുള്ള പെൺകുട്ടികൾ പോലും എന്താണ് ഈ മുഖം മറച്ചുകൊണ്ട്, ഞാൻ ആശ്ചര്യപ്പെട്ടു. മുഖം മറച്ചുകൊണ്ട് പിന്നെ ഈ നടു റോട്ടിലും അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിൽ പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് അത് കണ്ടന്റ് ആക്കി മാറ്റിയിടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര മാത്രം അധപതിച്ച് പോയി എന്ന് പറയുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ സഹോദരിമാരെങ്കിലും ഇതേപോലെ വീഡിയോ എടുത്തുകൊണ്ട് പബ്ലിക്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് മുഖം മറച്ചൊരു മാസ്ക് ഇട്ടിട്ട് പബ്ലിക്കിൽ മൂത്രമൊഴിക്കും. ഈ ആണുങ്ങൾ മൂത്രമൊഴിക്കുന്ന പോലെ. ഇവിടെ ആണുങ്ങൾ മൂത്രമൊഴിക്കുന്നതിനെ ഞാൻ ന്യായീകരിക്കുമല്ല, ബാലൻസ് ചെയ്യല്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ ചോദിക്കുവാണ്. പിന്നെ ഈ പണ്ട് കാലത്ത് ഈ മറക്കാൻ വേണ്ടി സമരം ചെയ്ത ആൾക്കാരായിരുന്നു ആ പണ്ട് കാലത്ത്. അപ്പോൾ ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ ഇത് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ്. ഇനി അത് കണ്ടുപോയാൽ, അതെങ്ങാനും കണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാർ. അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്ന് സമൂഹത്തിൽ നിലകൊള്ളുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിന് കൂടിയ സാധനങ്ങളൊക്കെ വരാൻ പോകുന്നു. സമൂഹം അതിൻ്റെ അധപതനത്തിലേക്ക് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് നമുക്ക് പറയാം. കഷ്ടം. ആൾക്കാരെല്ലാവരും തോന്നിയത് മാതിരിയുള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആൾക്കാർക്ക് ഒരു പേടിയില്ലാതായി. അതിപ്പം ഈ കുറ്റകൃത്യം നടത്തുന്നതിനെ പറ്റിയാണെങ്കിലും ആൾക്കാർക്ക് ഈ നിത്യേന വർദ്ധിച്ചു വരുന്ന ഈ പിന്നെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ കണ്ട്, പോരാത്തതിന് ഇങ്ങനെയുള്ള പല ഈ മാസ് കാണിച്ച വീഡിയോസൊക്കെ കണ്ട് എന്തായി, ആൾക്കാർക്ക് ഒരു ഉളുപ്പില്ലാതായി. അല്ലെങ്കിൽ ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ നോർമലൈസ് ചെയ്യാൻ തുടങ്ങി. അതാണ് നടക്കുന്നത് നമ്മുടെ ചുറ്റും. കഷ്ടം.